ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കർക്കടക ചാലഞ്ചിലെ മൂന്നാമത്തെ ഐറ്റം ഒരു ദിവസം ഒരില. വളരെ രുചിയും പോഷക സമൃദ്ധവും വളരെ ആരോഗ്യ ഗുണങ്ങളുള്ളതുമായ വയൽച്ചീര വാട്ടർ സ്പിനാച്ച് കൊണ്ടാണ് ഇന്ന് നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കുന്നത്. മുട്ടയും ഈ വയൽച്ചീര ഇലയും ചേർത്തുണ്ടാക്കുന്ന ഈ കൂട്ടിൽ രണ്ടും ചേരുന്നത് കൊണ്ട് തന്നെ ഇരുമ്പും പ്രോട്ടീനും വളരെയധികം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്കുണ്ടാക്കാം വയൽച്ചീര കൊണ്ടൊരു ഇലക്കറി. മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ ചെന്നപ്പോൾ കണ്ട ഈ ഇലയുടെ പേര് ചോദിച്ചു. ഞാനിത് ആദ്യം കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന 2-3 ബംഗാളി ചേട്ടന്മാരുടെ പേര് ചോദിച്ചു. കുൽമി മറക്കണീന്ന്. എന്തായാലും ഒരു പുതിയ ഇല ആകട്ടെ എന്ന് കരുതി 2 കെട്ടങ്ങോട് വാങ്ങിച്ചു. വളരെ പോഷക സമൃദ്ധവും ഔഷധ ഗുണമുള്ളതുമായ ഇലയാണ് വയൽച്ചീര. രുചികരം മാത്രമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉള്ളതാണ്. കുറച്ചധികം വെള്ളത്തിലിട്ട് വെച്ച് നന്നായി കഴുകി ഒലുമ്പിയെടുത്തു. 2-3 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി വെള്ളം വാലാൻ വേണ്ടി വിടർത്തി പരത്തി വെച്ചു. ഈ ഇലയിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല, അത് നന്നായി ഉണങ്ങി കിട്ടണം. ഇനി ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഇതിൽ പഴുത്ത ഇലകളോ ചീത്ത ഇലകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് തണ്ടുഭാഗം ഒന്ന് അടുക്കി കൂട്ടിപ്പിടിച്ച് ചെറുതാക്കി അരിയുക. ഇതധികം മൂക്കാത്ത തണ്ടാണ്, സോഫ്റ്റും ആയിരിക്കും. ഇത് നമ്മുടെ ഉള്ളിപ്പൂ പോലെ അകം പൊള്ളയായ തണ്ടാണ്. ഈ വയൽച്ചീരയ്ക്ക് വാട്ടർ സ്പിനാച്ച് എന്നല്ലാതെ പല പേരുകളുണ്ട്. കൊൽമി സാഗ്, നാരിക്ക സാഗ്, കർമി സാഗ്, കളമ്പി ബാജി, കങ്കോങ്, വെള്ളച്ചീര എന്നെല്ലാം പേരുകളുണ്ട്. ഇത് പ്രധാനമായും കിഴക്കൻ തെക്കേ ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നതും ഉപയോഗിക്കപ്പെടുന്നതും. ഇന്ത്യയിൽ പശ്ചിമ ബംഗാൾ, ഒറീസ, ഛത്തീസ്ഗഡ്, കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട്. മണിപ്പൂരിലെ കൊല്ലമണി എന്ന പേരിൽ ഇത് തടാകങ്ങളിലും കുളങ്ങളിലും കാട്ടുചെടിയായി വളരുന്നു. ഈ ചെടി ജലാശയങ്ങൾക്ക് സമീപവും ഈർപ്പമുള്ള മണ്ണിലും വളരെ എളുപ്പത്തിൽ വളരുന്നുണ്ട്. ചതുപ്പ് നിലങ്ങളിലും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നദീതീരങ്ങളിലും കുളങ്ങൾക്ക് സമീപവുമൊക്കെ ഇത് ധാരാളമായി കാണുന്നു. എന്തായാലും ഇത് അരിയാൻ നല്ല സുഖമുണ്ട് കേട്ടോ, വളരെ എളുപ്പമാണ്. ഈ ഇല നമ്മുടെ പാചകത്തിൽ ഉപയോഗിച്ചാൽ നല്ലതാണെന്ന് പറയുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ ഈ ഇലയ്ക്ക് നല്ല സ്വാധീനമുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഇത് പ്രമേഹ നിയന്ത്രണത്തിന് ഗുണകരമാകാം. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഉറവിടമാണ്. ബീറ്റാ കരോട്ടീൻ, വിറ്റാമിൻ സി, പോളിഫെനോൾ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ ധാരാളമുണ്ട്. ഇവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പ്രായമാകൽ പ്രക്രിയ മന്ദഗതിയിലാക്കാനും സഹായിക്കുന്നു. ചീര അരിഞ്ഞു വെച്ചോ. ഇനി മറ്റു സാധനങ്ങൾ കൂടി എടുക്കാം. ചെറിയ ഉള്ളി ഒരു 8-10 തൊലി കളഞ്ഞത്, ചീനമുളകോ പച്ചമുളകോ 2 എണ്ണം, വലിയ ഒരു ഉള്ളി, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി അല്ലി, കുരുമുളക് 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. വലിയ ഉള്ളി ചെറുതാക്കി മുറിച്ചെടുക്കുക. ആഴ്സനിക് പോലുള്ള ദോഷകരമായ വിഷവസ്തുക്കളുടെ ഫലം കുറയ്ക്കാൻ ഈ ഇല സഹായിക്കുമെന്ന് പരമ്പരാഗത വൈദ്യത്തിലും ആധുനിക ഗവേഷണങ്ങളിലും സൂചനയുണ്ടെന്ന് പറയുന്നു. ചെറിയ ഉള്ളിയും കുനുകുന അരിഞ്ഞെടുക്കുക. ഈ കൽമി സാഗിൽ ഭക്ഷണനാരുകൾ ധാരാളമുള്ളതുകൊണ്ട് ദഹനത്തിന് ഗുണകരമാവുകയും ഇത് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മലബന്ധം ഒഴിവാക്കാനും സഹായിക്കുന്നു. ഇനി പച്ചമുളകോ കാന്താരിയോ ഇതുപോലുള്ള മുളകുകളോ ഏതെങ്കിലും അരിഞ്ഞു വെക്കുക. ഈ മുളക് നല്ല എരിയുള്ളതാണ്. ഏറ്റവും കൂടുതൽ എരി എന്ന് പറഞ്ഞാൽ ഈ മുളകാണെന്ന് പറയാം. ചെറുത് 2 എണ്ണം എടുത്തിട്ടുള്ളത്, ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇനി ഒരു പീസ് ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞെടുക്കുക. നല്ല ചെറുതായിക്കോട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞിടുന്നതാണ് നല്ലത്. വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇത് നമുക്ക് വഴറ്റാനുള്ളതാണ്. എല്ലാം ഒരു പാത്രത്തിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുള്ളത്. ഒന്നിച്ചായാലും ഒരു കുഴപ്പമില്ല. ഇനി 2 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് മുട്ടയിലേക്കുള്ള ഇത്തിരി ഉപ്പും ഇത്തിരി കുരുമുളകും ഇട്ട് നല്ല പോലെ ഒന്ന് കലക്കി വെക്കുക. ഇനി ഈ മുട്ട പതുക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ നന്നായി ചൂടായ ശേഷം മുട്ട ഒഴിച്ച് ഇളക്കി വേവിക്കുക. മുട്ട പാകമാകുന്നതിന് മുമ്പ് അല്പം ദ്രാവകാവസ്ഥയിൽ അത് മാറ്റി വെക്കണം. ഇത്ര വേവായാൽ മതി. ഇത് നമ്മൾ ചീര വേവായതിന് ശേഷമേ ചേർക്കൂ. ആ പാനിലേക്ക് തന്നെ വീണ്ടും ബാക്കിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച ഉള്ളിക്കൂട്ടുകളിടാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടു. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നായ ശേഷം പച്ചമുളകും വലിയ ഉള്ളിയും എല്ലാം അരിഞ്ഞതിടാം. കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ആദ്യം ഇട്ടതുകൊണ്ട് അതൊന്ന് നല്ല പോലെ ആയിട്ടുണ്ടാകും. ബാക്കിയുള്ള എല്ലാ ഉള്ളികളും ഇട്ടു. ഉപ്പിട്ടു, കുരുമുളകും കൂടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്നുകൂടി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വാട്ടർ സ്പിനാച്ച് ഇടാം. ഈ ഇല നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം വേവുമ്പോഴും സോഫ്റ്റ് ആയിരിക്കുന്നു.
ഇതെങ്ങനെയാണ് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വെക്കുന്നത്. മറ്റ് മസാലകളൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി മറ്റുള്ള മസാലകൾ ചേർക്കാം. ഇതിൽ ഞാൻ ജീരകപ്പൊടിയും ചേർത്തിട്ടില്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കുരുമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ ചീര ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്, ആദ്യമായിട്ട് തന്നെ കാണുന്നതും. എങ്ങനെ ഉണ്ടെന്ന് നമുക്കത് കഴിച്ചു നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ഇപ്പോൾ എണ്ണയും ഉള്ളികളും എല്ലാം ചീരയിൽ യോജിച്ചു. ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കാം. ഒന്നുകൂടി ഇളക്കി മറിച്ച് വേവായിട്ടുണ്ടോ നോക്കിയതിന് ശേഷം ഉപ്പും എല്ലാം ഉണ്ടോ എന്നൊന്നും കൂടി ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. ചുറ്റി വെച്ച മുട്ടയല്ലേ, അത് ചേർത്ത് നല്ല പോലെ ഇളക്കുക. എല്ലായിടത്തും ചെല്ലട്ടെ. മുട്ടയൊന്ന് പൊടിഞ്ഞും വരും. മുട്ട ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഉപ്പ് നോക്കാം. മുട്ടയിൽ നമ്മൾ പാകത്തിന് ഇട്ട് ചേർത്തിരുന്നു, അതുകൊണ്ട് തന്നെ പാകമാണ്. ഒന്നുകൂടി ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വെക്കാം. മണങ്ങളൊക്കെ ഒന്ന് ചേരട്ടെ. ഇപ്പോൾ ഒന്ന് ആവി കയറി വേവായിട്ടുണ്ടാകും. ഇനി ക്ഷമയില്ല കേട്ടോ, രുചി നോക്കിയല്ലേ. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ടേ അതിൻ്റെ രുചി അറിയാനേ നല്ല ആകാംക്ഷ ഉണ്ട്. നല്ല രുചിയുണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല. എല്ലാം പാകമായിട്ടുണ്ട്, വേവുമായിട്ടുണ്ട്. ഇനി വാങ്ങി വയ്ക്കാം. ഇതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നത് കൊണ്ട് മുട്ടയുടെ മണം കുറഞ്ഞു കിട്ടും. മുട്ടയും വയൽ ചീരയും ഒരുമിച്ച് കഴിക്കുന്നത് കൊണ്ട് പ്രോട്ടീനും ഇരുമ്പും ഒരുമിച്ച് ലഭിക്കുന്നതിനാൽ ഇരുമ്പിൻ്റെ ആഗിരണം കൂട്ടാൻ സഹായിക്കും. വയൽ ചീര പെട്ടെന്ന് വാടുന്നത് കൊണ്ട് കൂടുതൽ നേരം വേവിക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ കർക്കടക ഇല ചാലഞ്ചിലെ 3ാമത്തെ ഐറ്റായ വയൽ ചീര കൊണ്ടുള്ള ഈ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് രുചിച്ച് നോക്കാം. ഇരുമ്പും പ്രോട്ടീനും എല്ലാം ചേർന്നതാണ്, അതുകൊണ്ട് തന്നെ കഴിച്ചാൽ നല്ലതാണ്. അപ്പം, ചപ്പാത്തി, ചോറ് ഇവയിലെല്ലാം കൂട്ടിക്കഴിക്കാം. ഞാൻ ഇന്ന് പുട്ടിലേക്കാണ് കൂട്ടിക്കഴിക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടുത്ത ഇലക്കറിയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ ചീര കിട്ടുമ്പോൾ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇതുപോലെ.